ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു. ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. സ്വതന്ത്രശീലം വളരെ അധികം ഇഷ്ടപ്പെടുന്നവരും താൻ പറയുന്നത് എല്ലാം തന്നെ ശരിയാണെന്ന് സമ്മതിക്കുന്നവരും കേൾക്കുന്നവരോടും ഒരു പ്രത്യേക തരത്തിലുള്ളതായ സ്നേഹവും വാത്സല്യവും കാണിക്കുന്നവരാണ് ഈ ആയില്യം നക്ഷത്രക്കാർ. എന്നാലോ ചില സമയങ്ങളിൽ ക്ഷമാശീലം വളരെ കുറഞ്ഞവരായതുകൊണ്ട് ഇവരുടെ മുന്നിലുള്ളതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും എടുത്തു ചാടുകയും പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുന്നവരും കൂടിയാണ്. ജീവിതത്തിൽ എത്ര തന്നെ സൗഭാഗ്യങ്ങളും അഭിവൃദ്ധിയും ശ്രേയസ്സും ഉണ്ടായാൽ പോലും താൻ ജീവിതത്തിൽ അനുഭവിച്ചതായിട്ടുള്ള വിഷമതകളെ കൂടെ പറയുന്നവരും കൂടിയാണ്. പൊതുവേ സൗമ്യശീലരാണ് ഈ നക്ഷത്രക്കാരെങ്കിലും വലിയ ബുദ്ധിശക്തികൾക്ക് ഉടമകളാണ് ഈ നക്ഷത്രക്കാർ. കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ആയില്യം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും യാത്രകളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരു മാസത്തിൽ. രോഗസ്ഥാനാധിപനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ 12ാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും അഷ്ടമഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ അലസത വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ കേതുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ടും രാഹുവാണെങ്കിലോ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും വ്യാഴത്തിൻ്റെ ദുരിതഭാവസ്ഥിതി കാണുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വളരെ നല്ലതാണ് ഈ ജൂലൈ മാസത്തിൽ. കർമ്മസംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോഴും കൂടുതലും ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. ധനസന്താനകാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ 12ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ചിലവ് വർധനവിന് കൂടുതലും സാധ്യത കാണുന്നതിനാൽ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലും നഷ്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും കൂടുതലും ശ്രദ്ധയും ദീർഘവീക്ഷണവും ഈ ഒരു സമയത്ത് വളരെ നല്ലതാണ്. എന്നാലോ വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് വളരെയധികം അഭിവൃദ്ധിക്കും അത്ര തന്നെ മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. കൂടാതെ 7ാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ. അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.